വെൽക്കം ബാക്ക് ടു സിമ്പിൾ ഫോർ യു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കോളിഫ്ലവർ ബജി ആയിട്ടാണ് കേട്ടോ. ഇത് ഈവനിങ് സ്നാക്കായിട്ടും ഇഫ്താർ സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചു. അതിലേക്ക് 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ. മൊരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് കായം പൗഡറാണ്. കായം പൗഡർ ചേർക്കുന്നവർക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ പൗഡർ ചേർത്ത് കൊടുക്കുക. അതല്ല, എൻ്റെ കയ്യിൽ കായം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. നന്നായി ഇളക്കി കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ വെള്ളം ചേർത്തിട്ട് ഇളക്കണം. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. കൈ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കൈ വെച്ചിട്ടും ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊരു 300 ഗ്രാം അളവിലുള്ള കോളിഫ്ലവറിലേക്കുള്ള ബാറ്ററാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഞാൻ കോളിഫ്ലവർ മുറിച്ചെടുത്തിട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രം എടുത്തു. അതിലേക്ക് 1/2 പാത്രം വെള്ളം എടുത്തിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായി തിളയ്ക്കണം കേട്ടോ വെള്ളം. അതിലത്തെ അണുക്കളൊക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് ആ കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായി തിളച്ച് ആവി വരുന്ന സമയത്ത് അതൊന്ന് മൂടി വെക്കണം. 10 മിനിറ്റിന് ശേഷം അത് നല്ല വെള്ളം വാർത്തിയെടുക്കണം കേട്ടോ. ആ വാർത്തിയെടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. പിന്നെ അത് പൊരിച്ചെടുക്കാനായിട്ട് നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു. ഓയിൽ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ, ഓയിൽ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുക. ഒഴിച്ചു കൊടുത്തു. ആ ഓയിലിലേക്ക് പിന്നെ നമ്മൾ ആ ബാറ്റർ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ ബാറ്ററിലേക്ക് ആ കോളിഫ്ലവർ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അതെല്ലാം നന്നായി കോട്ടാവുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെയായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സൈഡൊക്കെ ഒന്ന് ആയി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ല ബ്രൗൺ നിറമായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. മയോണൈസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ മഴക്കാലമൊക്കെ അല്ലേ കഴിക്കാൻ നല്ല ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.